അപ്പൊ നമുക്ക് യഥാർത്ഥത്തിൽ അന്ന് റിമി ടോമിക്ക് വെല്ലുവിളി ഉയർത്തിയ ഒരു പെൺകുട്ടിയുടെ പടം ഞാൻ കാണിച്ചു തരാം. LED നോക്കിക്കോളൂ. സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ നിന്ന് അന്ന് വന്നത് റിമി ടോലി എന്നായിരുന്നു. റിമി ടോമിയാണ് ഇത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കി, അന്ന് റിമി ടോമി എങ്ങനെയായിരുന്നു അല്ലേ? ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് ഇങ്ങനെയായത്. എനിക്ക് തോന്നുന്നു ഇത് ജില്ലാ മത്സരത്തിൽ കോട്ടയം ജില്ലാ മത്സരത്തിൽ ലളിതഗാനത്തിന് അല്ലേ 1ാം സ്ഥാനം നേടിയ കുട്ടിയാണ്. നമസ്കാരം അല്ലേ? സന്തോഷമായി. അന്ന് സ്ലിം ബ്യൂട്ടി ആയിരുന്നു, കണ്ടില്ലേ? അതിനുശേഷം ഗ്ലാമറസ് ആയിരുന്നു. എന്താ പറ്റി പിന്നീട്? പിന്നെ ഈ പറഞ്ഞില്ലേ ആ സമയത്തുള്ള ഫുഡ് കഴിക്കല് അങ്ങനെ കഴിച്ച് പിന്നെ ഞാൻ ഓർക്കുമ്പോൾ അത് നല്ലതാന്നൊക്കെ എനിക്കങ്ങ് തോന്നി. പിന്നെ എനിക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി. അതായത് ഈ സ്റ്റേജിലൊക്കെ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ തടി കാരണം ശ്വാസം അങ്ങനെയല്ല, നമ്മൾ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോഴേ തടി കാലേ നിൽക്കാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനെയല്ല, ഞാൻ ഈ സാരി ഒക്കെ കൊടുക്കുമ്പോൾ ഡ്രസ്സ് അതിന്റെ അടിയിൽ ബെൽറ്റ് ഒക്കെ ഇട്ട് ഈ ബെൽറ്റ് എല്ലാം കൂടെ മുറുകി ഇതെല്ലാം കൂടെ ഇങ്ങനെ കേറിയിട്ട് നമുക്ക് ഇറുകി പിടിച്ച് നമുക്ക് പറ്റണില്ല. ഇപ്പൊ സാരി കൊടുക്കുമ്പോഴും ഒക്കെ ഒരു സമാധാനം. അതുകൊണ്ട് വേറെ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടല്ല, എനിക്ക് എന്റെ ആരോഗ്യത്തിലും എനിക്ക് കോൺഫിഡൻസും എനിക്ക് കുറച്ചുകൂടെ ഒരു ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നൊക്കെ ഇതിന്റെ ചെറിയൊരു അപകടം എന്താ അറിയോ റിമി? ഇത് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാണല്ലോ. ഇത് വേറെ രീതിയിൽ പറഞ്ഞ ഇങ്ങനെ ലീൻ ആവുന്ന പ്രൊമോട്ട് ഒരിക്കലും. അപ്പോ ഇത് മോഡലാക്കാൻ ആളുകൾ സഹകരിക്കണോ? ഒരിക്കലും. ഞാൻ പറയട്ടെ, ഇത് എന്റെ മാത്രം ചോയ്സാ. ഇപ്പൊ ആൾക്കാർ അങ്ങനെയാ ഇഷ്ടമല്ല ഇങ്ങനെ ഇഷ്ടമല്ല പറഞ്ഞാൽ ഞാൻ എന്നെ കണ്ണാടി നോക്കുമ്പോ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതാണ് നമ്മുടെ റെസിപ്പി. എത്ര 4 മണിക്ക് എണീക്കണ്ടേ? വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് 2 മണിക്കൂർ ജിമ്മില്ലേ, കസർത്തില്ലേ? ഞാൻ ജിമ്മിൽ പോകും. ഞാനൊരു 2018 തൊട്ട് ഇന്ന് വരെ എനിക്ക് ജിമ്മിൽ പോയില്ലെങ്കിൽ അത് വേറൊന്നുമല്ല, അത് അവിടെ ചെല്ലുമ്പോ നമുക്ക് എന്തോ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷോ ഒരു എനർജിയോ, അത് പോയില്ലെങ്കിൽ നമുക്ക് രാത്രി കടന്നുറക്കാൻ പറ്റാത്ത അവസ്ഥ. പക്ഷെ ഇപ്പൊ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇരിക്കുകയാണ് ഞാൻ. അതൊരു കഥയാണ്. ആ നീണ്ട കഥയിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് എന്തൊരു ആകാംക്ഷയല്ലേ? കാരണം ഒരു കഥയുണ്ടെന്ന് പറഞ്ഞപ്പോ എന്തോ എനിക്കൊരു സത്യം പറഞ്ഞ മൈക്ക് പിടിക്കാൻ പോലും പറ്റുന്നില്ല, കൈ ഇങ്ങനെ പോലും പൊക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാരും ചിരിക്കുന്നുണ്ടാവും. ജിമ്മിൽ പോയി വെയിറ്റ് എടുത്ത് മാത്രമല്ല വാർദ്ധക്യത്തിലേക്ക് പദം ഊന്നുകയാണെന്ന് അറിയണം കുട്ടി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിക്കണ്ടേ സാർ? ഞാൻ ഇവിടെ വന്നപ്പോ ഞാൻ എന്തെല്ലാം പറഞ്ഞു. മമ്മൂക്ക മാത്രമല്ല, ശ്രീകണ്ഠ സാറുണ്ട്. ഇങ്ങനെ എനിക്ക് മനസ്സിലായി, അതൊരു ഗൂഢതന്ത്രം. വഴിയിലൊക്കെ വെച്ച് കണ്ട മമ്മൂക്കൊന്നുമില്ല, ഇപ്പൊ ചിരിക്കെങ്കിലും ചെയ്യും. എന്നെ കാണുമ്പോൾ ചീത്ത വിളിച്ചിട്ട് ഞാൻ കാണുന്ന വീഡിയോസിലൊക്കെ 80 വയസ്സും 90 വയസ്സുള്ള അമ്മാമ്മമാര് ജിമ്മിൽ പോയി ഇങ്ങനെ പറക്കുന്ന വീഡിയോ കാണുമ്പം 40 ഒന്നും അല്ല, ചെറുപ്പം. പക്ഷെ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. എപ്പോഴും സ്ട്രെച്ച് ചെയ്തിട്ട് വാമപ്പ് ചെയ്തിട്ട് ഓരോ മെഷീൻസ് യൂസ് ചെയ്യുമ്പോഴും വളരെ കെയർഫുൾ. പക്ഷെ ഇതിപ്പോ എനിക്ക് പറ്റിയത് ജിമ്മിൽ വെച്ച് പറ്റിയതല്ല. അതാണ് ഇതിന്റെ വാസ്തവം. അല്ല റിമി, ഞാനിപ്പോ റിമിക്ക് 40 അല്ലേ ഉള്ളൂ. ഇപ്പൊ അതിനേക്കാളൊക്കെ ഒരുപാട് പ്രായം കടന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചേച്ചി നടി, കുറച്ചധികം പ്രായം ചേച്ചി നടി ശീർഷാസനത്തിൽ നിൽക്കുന്ന ചിത്രം ഞാൻ കണ്ടു. പക്ഷെ അങ്ങനെ ഞാൻ യോഗയും ചെയ്യുന്നുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് താര സുദർശൻ എന്ന് പറഞ്ഞ ടീച്ചറിന്റെ അടുത്ത്. അതും 2000 അത് ഈ കോവിഡ് സമയത്ത് അല്ലല്ല, എനിക്കറിയത്തില്ല. ഞാൻ ഒരു ദിവസം വീട്ടിൽ വെറുതെ ഇരുന്നാലും ഏറ്റവും ബിസിയുള്ള ഒരു പണിയില്ല അല്ല ഒരു പണിയില്ലാത്ത ഒരാളായി ഞാൻ വന്നാലും ഞാൻ ഭയങ്കര ബിസിയാ. മമ്മി പറയും നീ ഇച്ചിരി നേരം ഒന്ന് സമാധാനമായിട്ട് ഇരിക്കുന്നത്. കാരണം അല്ല, എനിക്ക് അങ്ങനെ ഇരിക്കാനാ ഇഷ്ടം. കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്ത് ബിസി ആയിട്ട് നമ്മൾ എനിക്ക് 1 മണിക്കൂർ നേരം പാട്ട് പാടും, പ്രാക്ടീസ് ചെയ്യും. നമ്മുടെ ബിന്നി കൃഷ്ണകുമാറാണ് ഇപ്പൊ എന്റെ ടീച്ചർ. ചെന്നൈയിലുള്ള നമ്മുടെ ഫ്ലവേഴ്സ് ബിന്നി ടീച്ചറിനോട് പാട്ട് ഇപ്പൊ ഒരു 4 വർഷമായിട്ട് റെഗുലർ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതൊരു പിന്നെ 1 മണിക്കൂർ യോഗയുണ്ട്. പിന്നെ 2-3 മണിക്കൂർ 2 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും വരവും ഡ്രസ്സിങ്ങും ജിമ്മെല്ലാം കഴിയുമ്പോൾ 3 മണിക്കൂർ അങ്ങനെ പോയി. പിന്നെ ഒരു കുളി, ഒരു സിനിമ, അല്ലെങ്കിൽ ഷോപ്പിംഗ് പോവുക, അല്ലെങ്കിൽ പിള്ളേരെ കൊണ്ട് കറങ്ങുക. എല്ലാ ദിവസവും 3 മണി വരെ എനിക്ക് രാവിലോട്ട് സമയമില്ല. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, കൈ പൊക്കാൻ പറ്റുന്നില്ല. അത് തന്നെ ജിമ്മിൽ പോയി പ്രായാധിക്യമാണോ ജിമ്മിൽ പോയതാണോ? അതിങ്ങനെ ഓടി കഴിഞ്ഞ് ഇപ്പൊ കൈ എടുക്കാൻ വയ്യ. അതാണ് പ്രശ്നം. പ്രായാധിക്യമല്ല, അതെന്താ പറ്റിയെന്നുള്ള പ്രേക്ഷകർ സംശയിക്കും. കാരണം ഈ വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് 4 മണിക്കൂർ സാധകത്തിന് പുറമെ ബിനി കൃഷ്ണകുമാർ ടീച്ചറിനോട് സംഗീതമൊക്കെ പഠിക്കുന്നതിനിടയിൽ സമയം കണ്ടെത്തി അല്ലേ താര സുദർശന്റെ കൂടെ യോഗ പഠിക്കുന്നത് ഒരു യോഗമാണ് കുട്ടി. അപ്പൊ ഇതെന്താ സംഭവിച്ചത്? സംഭവിച്ചെന്ന് വെച്ചാല് ഞാൻ വീട്ടിലാണെങ്കിൽ പോലും മമ്മീനെയൊക്കെ ഇങ്ങനെ എടുത്തോണ്ടൊക്കെ നടക്കും. ഈ ജിമ്മിങ്ങനെ ഒരു വഴി കാണുന്നവരെയൊക്കെ എടുക്കൂ. ഷാരൂഖ് ഖാന് പറ്റിയൊരു സംഭവം എനിക്ക് പറ്റി. അപ്പൊ ഞാൻ ചുമ്മാ ഇങ്ങനെ വീട്ടിലുള്ളവരെയൊക്കെ എടുത്താ നിങ്ങളെ എടുക്കാം. എന്റെ വിചാരം ഞാൻ മമ്മിയോടൊക്കെ പറയും, മമ്മി നമ്മൾ രണ്ടുപേരും വീട്ടിലുള്ള സമയത്താണെങ്കിലും
എന്തെങ്കിലും ഒരു ആശുപത്രി പോണേലും ആരും ഇല്ലാന്ന് പറഞ്ഞ് വിഷമിക്കരുത്, ഞാൻ എടുത്തോണ്ട് പോയിരിക്കും. എടുത്തു പോക്കും. അതുപോലെ ഈ ഡ്രൈവിംഗ് ഒക്കെ ആണെങ്കിലും നമ്മൾ സ്ത്രീകളെ ഒറ്റയ്ക്ക് വീട്ടിലുള്ളപ്പോഴൊക്കെ ആണെങ്കിൽ ഒന്ന് വണ്ടി എടുക്കേണ്ട ആവശ്യം വന്ന് ഡ്രൈവിംഗ് ഒക്കെ എനിക്ക് അറിയാം കേട്ടോ. ഡ്രൈവിംഗ് അറിയാം. അപ്പൊ ആൾക്കാർ സൂക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. ഏതാ എതിരെ വരുന്ന വണ്ടികൾ സൂക്ഷിക്കേണ്ട കാര്യമില്ല. സഹായിച്ചു വന്നില്ല. ഒരു സ്ഥലത്ത് മാത്രമേ എനിക്ക് ഒരു ചെറിയ പ്രശ്നം വന്നുള്ളൂ. റിമി ടോമി നഗരത്തിൽ ഇറങ്ങിയിട്ടുണ്ട് വണ്ടിയുമായി. അനൗൺസ്മെന്റ് ആവശ്യം വരത്തില്ല. ഒരു സ്ഥലത്ത് ഒഴികെ ബാക്കി ദിവസം ടച്ച് ഇതുവരെ വന്നിട്ടില്ല. ഭാഗ്യം. മന്ത്രി ആരാന്നറിയാലോ, യു ഗണേഷ് കുമാർ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു തന്നെ, അപ്പൊ ഞാൻ ഇതേപോലെ എടുത്തു നോക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. നമുക്ക് ആരോഗ്യമുണ്ട്, പിന്നെ എന്റെ കൂടെ ഇച്ചിരി അഹങ്കാരം ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ കൂടെ ഉള്ള ഒരു ചേച്ചിയൊക്കെ ഉണ്ട്, ദൃശ്യ ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി പറയും, മേക്കപ്പിന് നമ്മുടെ അസിസ്റ്റന്റ് ആയിട്ട് പറയും, മോനെ ചേച്ചിക്ക് ഇതൊരു തരവാക്കി ഷൂട്ടൊക്കെ ഞാൻ മോനെ നല്ല 2-3 പെട്ടിയൊക്കെ ഉണ്ട്, മോൻ ജിമ്മല്ലേ മോനെ, ചേച്ചിക്ക് കൈ വയ്യ. ഇത് കേൾക്കേണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ആവേശം. ചേച്ചി മാറിനിക്ക്. അപ്പൊ ഞാൻ ഒറ്റ കയ്യിലുകൊണ്ട് ബാഗ് എടുത്ത് ഇങ്ങനെ വെക്കുന്നു, ഞാൻ ചേച്ചി മാറിനിക്ക്. ഇതൊക്കെയായിരുന്നു എന്റെ പരിപാടിയായിരുന്നു. പിന്നെ നമ്മൾ ഈ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെയാണ് ലഗേജ് എടുക്കുക, അവിടെ വെക്കുക. എപ്പോഴും നമുക്ക് ബോഡി സ്ട്രെങ്ത് ആയിട്ടിരിക്കുന്ന വലിയൊരു ആവശ്യം. ഇച്ചിരി സ്ട്രെങ്ത് കൂടി പോയപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന 2 മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്, ഒന്ന് ബ്രാൻഡിയും ഒന്ന് ശശാങ്കും. ഈ 2 പേരെയും ഒരാളെ നിലത്ത് വെച്ചിട്ട് പിന്നെ അടുത്ത ആളെ എടുത്തത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ആസ്റ്റർ മെഡിസിറ്റിയിലായിരുന്നു. എമർജൻസിയിലാണ് കയറ്റിയത്. അപ്പം ഒരു പറ്റം ഡോക്ടേഴ്സും നഴ്സുമാരെല്ലാം വന്ന് എന്താണ് റീസൺ എഴുതണമല്ലോ. എപ്പോഴായിരുന്നു സംഭവം? ഒരു വൈകുന്നേരമായിരുന്നു. എവിടെ വെച്ചായിരുന്നു? ഇതെന്താണ് പറ്റിയത്? കഴുത്തുളുക്കാനുള്ള കാരണം ഇല്ല, ഞാൻ ഒന്ന് എടുത്തതാണ്. പിള്ളേരെ ആയിരിക്കും അല്ലേ? അല്ല, ഇച്ചിരി വലിയ മനുഷ്യരെയാണ്. ലേഡീസ് ആൻഡ് ജെന്റ്സ് അങ്ങനെ 2 പേരാണ്. എന്നൊക്കെ ചോദിച്ചു. ഇവര് എഴുതിയെടുക്കുമ്പോഴാണ് ഇത്രയും വലിയ നാണക്കേട്. ഇവർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ എടുത്തു നോക്കിയിട്ട് രണ്ടുപേരെ ഒന്നിച്ചെടുത്തു. അല്ല, ഒരാളെ താഴെ വെച്ചിട്ടാണ് ഞാൻ ലൈസൻസ് ഉള്ള പ്രോപ്പർട്ടി പോലെ 2 കൂടെ ഒന്നിച്ച് 2 ഇളിയിലായിട്ട് തട്ടിക്കയറ്റി. അതുകൊണ്ട് അന്ന് തൊട്ട് ഇന്ന് വരെ 6 മാസം ഇത് കൂടി. പിന്നെ ഞാൻ ഇത് വെച്ചോണ്ട് പിന്നെയും വർക്കൗട്ട് ഒക്കെ ചെയ്തു. അപ്പൊ ഈ എടുത്തപ്പോ അവര് തറയിട്ടോ? ഇല്ല, അപ്പൊ തോന്നിയില്ല. എടുത്ത് താഴെ വെച്ചപ്പോ തന്നെ എനിക്ക് കഴുത്ത് ഇങ്ങനെ പെട്ടെന്ന് പിടിച്ചു. എനിക്ക് ഇവിടെയൊക്കെ അവിടെ തൊട്ട് ഈ കഴുത്തിലോട്ട് വേന ഇറങ്ങിയതാണ്. ഇപ്പൊ കുറഞ്ഞു വരുന്നുണ്ട്. ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് ഇവിടെ പൊക്കാൻ പറ്റൂ. ഒന്നുകൂടെ പൊക്കി നോക്കി. ഇപ്പൊ കുഴപ്പമില്ല, ശരിയായിക്കോളും. പറഞ്ഞു തീരെ കൈകാലില്ലാത്തവരാണ് എന്ന് പറഞ്ഞ അവസ്ഥയാക്കില്ലോ. ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരാൾ ബ്രാൻഡി എടുത്ത് കൈ പൊക്കാൻ പറ്റാതായത്.